ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിച്ച് ഇന്ത്യ സഖ്യരാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരിഞ്ച് പോലും പിന്നോട്ടു പോകാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. ഇതിന്റെ ഭാഗമായി ഫ്രാൻസുമായി തന്ത്രപ്രധാന പ്രതിരോധ കരാറിൽ ഏർപ്പെടാനൊരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത്. അടുത്ത മാസം ഫ്രാൻസ് സന്ദർശിക്കാനിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിന് മുന്നോടിയായിട്ടാണ് സുപ്രധാന കരാർ. റാഫേൽ യുദ്ധവിമാനങ്ങളും സ്കോർപിയൻ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട അന്തർവാഹിനികളുമാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിനായി $10 ബില്യൺ കരാറിനാണ് ഫ്രാൻസുമായി ധാരണയാകുന്നത്. അധികമായി 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങും. ഇതിനു പുറമെ സ്കോർപിയൻ ക്ലാസിൽപ്പെട്ട 3 കൺവെൻഷണൽ അന്തർവാഹിനികളും വാങ്ങും. ഇവ രണ്ടും നാവികസേനയ്ക്ക് വേണ്ടിയുള്ളതാണ്. INS വിക്രാന്തിനു വേണ്ടിയാണ് മുഴുവൻ റാഫേൽ വിമാനങ്ങളും വാങ്ങുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയം. വരും ദിവസങ്ങളിൽ കരാറിന് കേന്ദ്ര സുരക്ഷാ കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കരാറുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകും. നാവികസേനയുടെ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് 3 അന്തർവാഹിനികൾ സ്വന്തമാക്കുന്നത്. റഫേൽ വിമാനങ്ങളുടെ നേവൽ വേരിയന്റാണ് റഫേൽ വിമാനങ്ങൾ. കൂടുതൽ വിമാനങ്ങൾ ഭാഗമാകുന്നതോടുകൂടി നാവികസേനയുടെ കരുത്ത് ഉയരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തുന്നത്. ഇവിടെ വെച്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടക്കും. ഇതിലാണ് സുപ്രധാന കരാറിൽ തീരുമാനം ഉണ്ടാകുക. ഒപ്പം സ്വയം പര്യാപ്തതയുടെ ഭാഗമായി ഇലക്ട്രിക് വാഹന സാങ്കേതികവിദ്യകൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുന്നതിനായി 14,000 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആത്മനിർഭർ ഭാരത് ഉദ്യമത്തിന്റെ ഭാഗമായാണ് നീക്കം. ഇലക്ട്രിക് വാഹനങ്ങളുടെ സാങ്കേതികവിദ്യയ്ക്കായി ചൈനയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി സാങ്കേതികവിദ്യ, പവർ ട്രെയിനുകൾ, ചാർജിംഗ് സംവിധാനങ്ങൾ എന്നിവ പ്രാദേശികമായി വികസിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലുള്ള അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്ന പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ 3 വർഷം ഇലക്ട്രിക് വാഹന ബാറ്ററിയുടെയും ഇതിന്റെ സാങ്കേതികവിദ്യയും വികസിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുക. ചാർജിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവ ഭാവി പദ്ധതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ ഉൾപ്പെടെ പലതും ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ ഈ ഇറക്കുമതി പരമാവധി കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളാണ് ANRF ഒരുക്കുന്നത്.